അല്ല, ഒരുപാട് അപ്പുറത്തുള്ള മലയിരുന്നുകൊണ്ട് ഈ കുന്നിലെ പട്ടികളെ നിയന്ത്രിക്കാൻ കുര്യച്ചൻ എന്തായാലും പറ്റില്ല. അതുകൊണ്ട് കൊക്കുമലയ്ക്ക് അപ്പുറമുള്ളതൊക്കെ വിട്ടേക്കാം. എന്നാലും കിടക്കല്ലേ 5-6 മലകള്. ഈ പറഞ്ഞ മലയുടെ ഉച്ചിയിൽ ഇരുമ്പം പുളിയുടെ ഷേപ്പിൽ മുട്ട പാറയുണ്ട്. ചീനി പറഞ്ഞ ഓർമ്മയാണ്. എന്നാ പിന്നെ ഒന്ന് പോയി നോക്കല്ലേ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വണ്ടി കൊണ്ട് നാട്ടിലിട്ടിട്ട് ബസ് തരുക. അതെന്തിന്? അല്ല, നിങ്ങളിവിടെ ഉണ്ടെന്നുള്ള സൂചന ഒഴിവാക്കുന്നത് തന്നെയല്ല. നമ്മളതിനിവിടെ ഇല്ല സമ, പറഞ്ഞാലും കാര്യമുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട പട്ടികളുടെ കാര്യം. ഒരുപാട് മൂളിപ്പോവാതെ നടക്കുവാരുടെ വശത്തൂടെ നമുക്ക് താഴോട്ടിറങ്ങാം. കാരണം കുന്ന് കയറുന്നോറും പട്ടികളുടെ ടെറിട്ടറി പോലെ. ये दूसरा है, ഞാനും ഒറ്റകൾക്ക് എന്തെങ്കിലും പന്തിയോട് കഴിഞ്ഞാൽ പിന്നെ കടത്തിവിടാൻ दूसरा लड़का इसकी हम सकल അതിനുള്ള ആളോടെ ഉണ്ടല്ലോ ചോദിച്ചാ. അന്ന് കുന്ന് കയറിയപ്പോ പിടിയിട്ട് കാണുമല്ലോ. अच्छा ये बागर था उस दिन। अच्छा നിനക്ക് എങ്ങനെ മനസ്സിലായി ഞാനായിരുന്നു? അത് സമ്മതിച്ചില്ലേ അപ്പൊ? എന്നാ കുട്ടി PSC അപേക്ഷയാണോ? ഈ പ്രായത്തിൽ എന്നാ പരിപാടി? എന്നാ പരിപാടി? നാട്ടിലേക്ക് ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതിന് ഈ ബോർഡർ കിടന്ന് കർണാടകത്തിൽ വന്ന് പോസ്റ്റ് ചെയ്യണം. ഇനി ഇന്റർസ്റ്റേറ്റ് മെയിലിന്റെ കൂടെ കുത്തി മറിഞ്ഞിട്ടൊക്കെ വേണ്ടേ സാധനം തിരിച്ച് കേരളത്തിലെത്താൻ? അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നതല്ല. ഇവിടെ അടുത്തൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ഓ, അപ്പൊ പെട്ടെന്ന് ഓർത്തപ്പോ കൂട്ടത്തിൽ തന്നെ പോസ്റ്റ് ചെയ്യാന്ന് വെച്ചു. ലെറ്റർ എന്താ വരുന്ന വഴി പെട്ടെന്ന് ജീപ്പിലിരുന്ന് उसको तो नहीं लिखा कहीं खाती है। 12:30. എന്താ സംഭവം? അതെന്നാ 12:30? पढ़ना सकत क्या देख रही है? है सोई कोरियन अलग नाम से। ഒളിവിൽ പോകുന്നതിന് മുമ്പ് കുര്യച്ചൻ തന്നെ എഴുതി ഏൽപ്പിച്ചതാ. നിപ്പ് നീളുവാണെങ്കിൽ കുറച്ച് മാസം ഇടവിട്ട് പോസ്റ്റ് ചെയ്യും. ഈ ലാസ്റ്റ് പോയ പോക്കൽ എഴുതി ഏൽപ്പിച്ചാണ് അത്രേ? അല്ല, കുറെ മുമ്പേ തൊട്ടുള്ളതുണ്ട്. കുര്യച്ചന്റെ പണ്ട് പോലെയുള്ള രീതിയാ. ചേട്ടത്തേക്ക് മാത്രമല്ല, ഇതുപോലെ പലർക്കും വയ്ക്കാനുള്ളതുണ്ട്. മഹാഭാവി നീയൊക്കെ കാരണം ആള് ചത്തോട് ഉറപ്പിക്കാൻ വയ്യല്ലോടൂ. पूरी फिल्म में कोरियन को ढूंढते रह रहे। ഇനിയെങ്കിലും പറ കുട്ടി, എവിടെ ഉണ്ടായത്? എനിക്കറിയില്ല. ചിരിച്ചു കളിച്ച് തോളി കയറ്റാലും ആവശ്യത്തിന് പറ്റിച്ചിട്ടുണ്ട്. തന്റെ ഷെയർ കൂടി എനിക്ക് വേണ്ട. എനിക്കറിയില്ല. छह साल पहले ओ बताएगा शायद ये। അപ്പടി കുളിച്ചല്ലോ അപ്പൂട്ടി. ഒന്ന് വിരട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പയ്യനയാളെ കൊത്തുന്നു ഞാൻ വിചാരിച്ചു. കയ്യിന്ന് പോയതായിരിക്കും. ഒരു കണക്കിന് ബോഡി ഗാർഡ് പോലെ ഇങ്ങനെ ഒരുത്തം കൂടെ ഉള്ളതും കുര്യച്ചന് നല്ലതല്ലേ? എന്നാലും ഇത്തിരി തണുപ്പിച്ചെടുക്കാനുണ്ടാവുന്ന കേസനെ ഇപ്പോ എന്റെ പെടലിക്ക് തന്നെ ഇരിക്കും. DYSP അടിച്ചാൽ നടക്കത്തില്ലേ? ഈ കാര്യത്തിൽ എനിക്ക് വേണ്ടി ആരും ഒന്നും വിചാരിക്കുന്നില്ല. അവർക്കാർക്കും സ്റ്റേക്ക് ഇല്ലാത്ത ഇടപെട. പിന്നെ അത് മാത്രമല്ല, ഒത്തുകിട്ടിയ പണിയാൻ നിൽക്കുന്ന കുറേ ഉണ്ട് സുഹൃത്തുക്കള് തന്നെ. ആ, അത് പറഞ്ഞപ്പോഴാ നിനക്ക് അങ്ങനെ വല്ല തോന്നലുണ്ടോടാ? എനിക്ക് ഇല്ലെങ്കിൽ നിനക്കുള്ള ഇനിയിപ്പോ എങ്ങനാ തിരുവല്ലക്ക് പോകാനാണോ? അല്ലല്ല, അവിടെയൊക്കെ നാറികളും നടത്തിയില്ല. പോലീസോ അതോ മറ്റേ പാർട്ടിയോ? എല്ലാം നാറികളല്ലേ. ആ, എങ്കിൽ പിന്നെ പണ്ടത്തെ ഫോറസ്റ്റ് ഓഫീസറുടെ കേസുണ്ടായപ്പോ തങ്ങിയ വനവാസ സെറ്റപ്പിലോട്ട്. നിനക്കാ സ്ഥലം എവിടെയാണെന്ന് അറിയാം? ഇല്ല, കുര്യച്ചൻ പറഞ്ഞിട്ടില്ല.
ആ അറിയണ്ട, വിശ്വാസക്കുറവുണ്ടായിട്ടല്ല, പറയിപ്പിക്കാൻ വരുന്നതന്നെ. ചിലപ്പോൾ ഒരു മയലാണ്ടായിരിക്കുന്നതിന് പെരുമാറുക. അറിയുന്ന കാര്യമാണെങ്കിൽ നീ പറഞ്ഞു പോകും. വീട്ടിൽ നിന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് രാത്രി തന്നെ വിട്ടു. തോവാൽപ്പട്ടി വരെ ഞാൻ തന്നെ കൊണ്ടാക്കിയത്. പിന്നെ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. പിന്നീട് നമ്മി കണ്ടിട്ടില്ല. ഏതാ കുര്യച്ചൻ പറഞ്ഞ പയ്യൻ? അറിയില്ല. മണികണ്ഠനാണോ പേര്? കുര്യച്ചൻ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പയ്യൻ പയ്യെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അടുത്ത കൈയാണെന്ന് മാത്രം അറിയാം. Venga, कुत्ता venga. कोई आ गया शायद. कैसे कैसे आवाजें निकालते हैं। अच्छा ये दोनों आ गए. ओ बे. ये बे. जा नहीं पाएंगे. ഇവര് വിടുന്നില്ല ചേട്ടത്തി. ओ देखो अब शांत हो गए. पैरदार जैसे लगा रहे उसने. डेकोरेशन ने लगा रहे थे. ये पता नहीं क्या कर रहे. अच्छे लगा रही है. हैं नीचे जा रहे हैं क्या? क्या ढूंढने जा रहे? डेड बॉडी. डेड बॉडी तो निकाल दी गई थी उसे. സ്ലിപ്പായി പോയി. സോറി ഏട്ടായി. क्यों जा रहे पाप हैंग. സാറ് പോലീസിന്നാ? കുര്യച്ചന്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ വന്ന പുതിയ സാറാ. അവനെന്തേ പിയൂസ്? നാട്ടിൽ പോയി. നാട്ടിൽ പോയി? ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മയ്ക്ക് ഈ മോഹൻ പോത്തിനെ പരിചയമുണ്ടോ? ഇവിടെ വരാറുണ്ടോ? ഒരിക്കൽ വന്നിട്ടുണ്ട്. എപ്പോ? 5-6 കൊല്ലമായി. അതിനുശേഷം കണ്ടിട്ടില്ല. ഇല്ല. നിങ്ങളുടെ ഈ കാട്ടൂന്നിന്റെ പരിസരത്ത് നിന്നാ അയാൾ കൊക്കയിൽ വീണ് മരിച്ചത് 8 മാസം മുമ്പ്. അറിയാം. ഈ കാര്യം പോലീസുകാര് ആ സമയത്ത് കുറേ ചോദിച്ചതാ. ഞാൻ കണ്ടിട്ടില്ല. ഈ നായക്കളെ ബ്രീഡ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ആരെങ്കിലും മെനക്കെട്ട് വന്ന് താമസിക്കുകയോ? ആ അവരുടെ കാര്യങ്ങളൊക്കെ ഓരോ രീതിയല്ലേ. നേരാ. ഈ കുര്യച്ചൻ തന്നെ എന്തെല്ലാം സർക്കസ് കാണിച്ചേക്കും. പോത്തനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നാണല്ലോ കേട്ടത്. എന്താ അവര് തമ്മിൽ ഇത്രയ്ക്കൊരു കണക്ഷൻ? അതൊന്നും പറയാറില്ല. ഇനിയിപ്പോ പറഞ്ഞാൽ തന്നെ അതൊന്നും എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളും ആയിരിക്കത്തില്ല. ഗ്രാജുവലി അവര് തമ്മിൽ എത്ര രസത്തിലല്ലാണ്ടായി. എന്തു പറ്റിയതാന്ന്? എന്തോ ഒരു പോലീസ് കേസാണെന്ന് മാത്രം അറിയാം. ഞാൻ കേട്ടത് കുര്യച്ചൻ പോത്തനെ പിടുത്തി ചെയ്ത കേസാണെന്നോ? ആയിരിക്കാം. എന്ന് വെച്ചാ കുര്യച്ചൻ പോത്തനെ ചതിച്ചിട്ടുണ്ടാവുന്ന ചേട്ടത് കരുതുന്നുണ്ട്. ജയിലിൽ പോയത് മോഹൻ പോത്തന എന്ന് വെച്ചാൽ ആരെയാ ചതിച്ചൊന്നൊന്നും പറയാൻ കഴിയില്ല. അവരുടെ രീതികൾ അങ്ങനെ. കുര്യച്ചൻ അമ്മച്ചിയോട് എങ്ങനെയായിരുന്നു? സാധാരണ പോലൊക്കെ തന്നെ. പഴക്കൊന്നുമില്ല? ഇല്ല. സോറി, ഞാനിങ്ങനെ പേഴ്സണലായിട്ട്. ഞാൻ കുര്യച്ചനെ കൊന്നിട്ടൊന്നുമില്ല. അതിലേക്കല്ലേ ഈ വരുന്നത്. സാറിന് മുമ്പ് വന്ന പോലീസുകാര് ഇതും പണ്ട് കുറേ ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ അങ്ങനെ കൊന്നിട്ടില്ല.
नीचे उतरे से तो उस पहाड़ी से വെള്ളം തരാം. पता नहीं कहाँ जाना चाह रहा. തീർക്കല്ലേ ഓന്റെ പൊന്നു നാറി, ഒരു കുപ്പി കൂടെ എടുത്ത് വെക്കാണ്ട് നീ എത്ര ലക്ഷമാണ് ലാഭിച്ചേ? മറന്നുപോയടാ. ये अपना पानी ला रखा. മുനമ്പറങ്ങി ഐഡിയ ഏതായാലും നന്നായി. പട്ടികളെ കൊണ്ട് മെനക്കെടായില്ലല്ലോ. ആശ്വസിക്കാൻ പറഞ്ഞിട്ട് ഇനി ആയാലും കാണും. എന്നാലും നീ കൂടെ ഉണ്ടല്ലോ. അത് പറയും പോലെ എന്നടാ വ്യൂസേ, പട്ടികൾക്ക് നിന്നോട് മാത്രം ഒരു പരിഗണന. എന്ത് പരിപാടിയാ? ഞാൻ അവിടെ ചേട്ടത്തിലൂടെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ പരിചയമല്ലേ? അത് ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ വന്നപ്പോ എന്നെ നില തൊടിച്ചിട്ടില്ല. എന്നാ ഉണ്ടായി? അതാ പറഞ്ഞ നിലം തൊടിച്ചിട്ടില്ല. എന്റെ കഷ്ടാലത്തിന് ഞാൻ വന്നപ്പോ ചേട്ടത്തി വീട്ടിലില്ലായിരുന്നു. ശ്വാസം മുട്ടായിട്ട് 2 ദിവസമായിട്ട് ആശുപത്രിയിലായിരുന്നു. ആര് കേക്കാൻ? പരിസരത്തൊരു കുഞ്ഞു വേണ്ടേ? അപ്പൊ 2 ദിവസം മരത്തിന്റെ മുകളിൽ തന്നെ വേറെന്ത് ചെയ്യാൻ? അന്ന് അതിന്റെ മക്കള് പോകണ്ടേ? മാറി 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 ഷിഫ്റ്റ് ആയിട്ട് വന്നിട്ട് ചോട്ടിയിരിക്കും. എന്നാണല്ലേ 2 ദിവസം വരെ എന്നെ മരത്തിന്റെ മുകളിൽ ഇരുത്തിയപ്പോ എനിക്കൊരു കാര്യം ഉറപ്പായി. ഇങ്ങനെ പഠിപ്പിച്ച് വിട്ട കൂട്ടി പട്ടികൾ പെരുമാറണമെങ്കിൽ മൊഹമ്മത്തം പറഞ്ഞ പോലെ കുര്യച്ചനിവിടെ എവിടെയുണ്ട്. അതുകൊണ്ട് കൊന്നാലും അതിനൊരു തീരുമാനമാക്കിയിട്ടേ പോകുള്ളൂ. ഞാൻ ആ മരക്കൊമ്പിൽ നിന്ന് ഉറപ്പിച്ചു. എന്നിട്ട് എങ്ങനെയാ ലാസ്റ്റ് ഭൂമിയിൽ ഇറങ്ങിയ? 2 ദിവസം കഴിഞ്ഞപ്പോ ചേട്ടത്തി വന്നു. 5-6 കൊല്ലം മുമ്പ് മോഹൻ പോത്തം വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. കുര്യച്ചനപ്പോ ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല. എവിടെ പോയിരുന്നു? നിങ്ങളൊക്കെ കെട്ടിയോളോട് പറഞ്ഞിട്ടാണോ എല്ലാവരും പോവാറ്? പറഞ്ഞാൽ തന്നെ നേരായിരിക്കണം എന്നുണ്ടോ? ശരി, പോത്തരന്ന് വന്നിട്ട് കുര്യച്ചനുണ്ടോ എന്ന് തിരക്കിട്ട് പോയി. അപ്പൊ ആ പോയ പോക്കരായിരിക്കണം സാർ കോതമംഗലത്ത് പോത്തന മനസ്സിലായത്. വരുത്തിയത് കുര്യച്ചൻ തന്നെയാണെന്ന് കേട്ടു. दिखा रहा है ना पास्ट का. സകല തിണ്ണത്തരത്തിന് കൂട്ട് നിന്നിട്ട് ദാസ് എനിക്കിട്ട് തന്നെ പണിതല്ലേ. ഇവിടെ ഇല്ല, ഒറ്റക്ക് അതെ ഞാൻ അകത്ത് പോവില്ല. ഇവിടെ ഇല്ല എന്ന് പറഞ്ഞില്ലേ? പെരുമ്പാവൂരും തൃശ്ശൂരും റൗണ്ട് തപ്പിയിട്ടാ ഞാൻ വരുന്നേ. അറിയുമായിരുന്നെങ്കിൽ അവൾമാരത് പറഞ്ഞേനെ. അത്രക്കുള്ള കൂരെ കെട്ടിയോണ്ട് അവർക്കൊക്കെ ഉള്ളൂ. അധികം നാൾ എനിക്ക് ഇങ്ങനെ പോലീസിനോട് पुलिस केस इस पे भी लगा हुआ है. നിങ്ങളത് പറയും. दोनों पे पुलिस केस. എനിക്കറിയില്ല. നിങ്ങളോട് മാത്രം ഒരു പൊടിക്ക് അധികം കാര്യമായിരുന്നു അച്ഛന്. കുറച്ചും മെനക്കെട്ടോണ്ടാന്ന് ഉരുപ്പിടിയില്ലേ മലേഷ്യ എന്ന്. വേറെ ആര് ചെയ്താലും നിങ്ങൾ കാട്ടിക്കൊടുക്കില്ലെന്ന വിശ്വാസം കാണും. അതറിയുമെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കണം. हाथ से जाएगा. जा नहीं सकता. हम लोग करेंगे सीधा. सीधा बट उनको ऑर्डर देगी सीधा काट दो इसको. ചിലതൊക്കെ കറക്റ്റ് ആട്ടോ. പട്ടികൾ അളക്കുന്ന അളവില് മനുഷ്യന് അളക്കാൻ പറ്റില്ല. നിങ്ങളുടെ പഴയ കെട്ടിയോൻ പറഞ്ഞതാ. യോസിയാനെ ഓർക്കാറുണ്ടോ? യോസിയ പറഞ്ഞതൊക്കെ കറക്റ്റാ. അയാളുടെ നായ്ക്കൾക്ക് കണ്ണിൽ നോക്കി അളക്കാൻ പറ്റുമായിരുന്നു. അതാ പണ്ട് കുര്യച്ചൻ അവറ്റകൾ കടവിലോട്ട് അടുപ്പിക്കാഞ്ഞത്. മനുഷ്യരെ കൊന്നാലും വേണ്ടിയില്ല, നായ്ക്കളെ തുടരുതെന്ന് ചിന്തിക്കുന്ന ടൈപ്പാണ് കുര്യച്ചൻ. ആ അങ്ങേരെ അതുകളെയും വെടിവെച്ച് കൊന്ന് അത്രയൊക്കെ കാണിച്ചു കൂട്ടിയത് അത് നിന്നോടുള്ള കഴപ്പുകൊണ്ട് മാത്രമൊന്നുമല്ല. പ്രൊട്ടക്ഷൻ എന്നും പറഞ്ഞ് നായ്ക്കളെ വെച്ചോണ്ട് നിന്റെ ആ കുണച്ച മലേഷ്യൻ കിട്ടിയോന്റെ ഷോ അത് കണ്ടിട്ടുള്ള വാശി
ഒരുത്തരം പെടുത്തണം തീരുമാനിച്ച സിമ്പിളാ ഏതും കേസ് കുരിക്ക് അകത്താക്കാൻ കുര്യച്ചൻ അറിയാം. എന്റെ അവസ്ഥ കാണുന്നില്ലേ? യോസ്യാനെ അങ്ങനെ അകത്താക്കിയത് അന്ന്. നിന്നെ കിട്ടിയേ തീരുന്ന് പൂതി പറഞ്ഞപ്പോ എനിക്ക് തോന്നിയ ഒരു ഐഡിയ. ബോംബും കോപ്പും പൊട്ടിയതൊക്കെ ചുമ്മാ കഥയാ. പിന്നെ വേൾഡ് വാറിന്റെ उसके साथ था जो दूसरा ഉറപ്പിച്ചാ ഇറങ്ങിയത്. ക്ലാസ് കിട്ടിയപ്പോ അയാൾ അയാളുടെ തനി കോണങ്ങ് കാണിച്ചു. ആസ് യൂഷ്വൽ. उसको पाने के लिए किया उन्होंने झूठ बोला उसने उससे अच्छा उसने जेल भेज दिया था उसका पति को ഐഡിയ കൊടുത്ത് ചൂട്ടും പിടിച്ച് നിന്നവനാ ഞാൻ. വരുമ്പോ ഒന്ന് ചോദിച്ചോ വെറുതെ. ഇനിയിപ്പോ എന്തായാലും വെറുതെ ആണല്ലോ. റിമാൻഡ് കഴിഞ്ഞ് യോസിയ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ നിന്നെ കൊണ്ട് ഞങ്ങളിങ്ങോട്ട് കപ്പൽ കയറുകയും ചെയ്തു. അവൻ ഇപ്പോഴും ചിലപ്പോ നിന്നെ അവിടെയൊക്കെ തെരയുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ചത്ത് മണ്ണായിട്ടുണ്ടാവും. उसने बात पे यकीन करना രണ്ടായാലും നിങ്ങളുടെ തലയിൽ ഇതാ വരച്ചിരിക്കുന്നത്. കുര്യച്ചന്റെ കസ്റ്റഡിയിൽ ഇങ്ങനെ ജീവപര്യന്തം. बहुत खराब किया उसने मुझे ऐसा लग रहा है कि मर गया उसका पति इतने दिन रहा हो कुरेचन की तलाश में जा रहे हैं शायद पानी भी खत्म അടുത്തവിടെ ചാലുണ്ടെന്ന് തോന്നുന്നു. ഒഴുക്കായിട്ടുള്ളേ കുറച്ച് വെള്ളം എടുത്തിട്ടാ 5 മിനിറ്റ് ശ്വാസം ഒന്ന് എടുത്തോട്ടെ. ഞാൻ നോക്കിട്ട് വരാം. വിളിച്ചോ. कांच की बोतल ला रही है इसको मिल जाएगा वो कुत्ता പോത്തനെന്ന് പോയിട്ട് പിന്നെ എത്ര ദിവസം കഴിഞ്ഞാ കുരിയച്ചൻ വന്നത്? ഒരാഴ്ച കഴിഞ്ഞു. അന്ന് കുരിയച്ചനെ രാത്രി ഇവിടെ കൊണ്ടുവിട്ടത് വരെയുള്ള കാര്യങ്ങൾ അപ്പി പറഞ്ഞു. അമ്മയോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയുകയോ മറ്റോ ചെയ്തോ കുരിയച്ചൻ? ആരെങ്കിലും കാണാനുണ്ടെന്നോ എവിടെയെങ്കിലും പോവാണെന്നോ? ഒന്നും പറഞ്ഞില്ല. തുണി സാധനങ്ങളും ഒക്കെ എടുത്ത് രാത്രി തന്നെ പോയി. പോയതെങ്ങോട്ടാന്ന് അപ്പൂട്ടിക്ക് അറിയില്ല. പക്ഷെ 10-20 കൊല്ലം മുമ്പ് പണ്ടത്തെ ആ ഫോറസ്റ്റ് ഓഫീസറുടെ കുത്തുകേസ് ഉണ്ടായിരുന്നല്ലോ കുര്യച്ചന്. ആ ടൈമിലേതോ ഗുഹ പോലൊരു സെറ്റപ്പിൽ പോയി ഒളിവിട്ടങ്ങി കാര്യം അപ്പൂട്ടിക്കറിയാം. അകത്തേക്കും പുറത്തേക്കും ഒരാളും വീതിക്ക് മാത്രമുള്ള ഒരു ഗ്യാപ്പ്. കാവലിനും മറ്റു സഹായത്തിനും ട്രെയിൻ ചെയ്ത നായി. സർവൈലൻസിന് നിശ്ചിത ദൂരം വിട്ട് വേറെ നായി. കേട്ടിട്ടുള്ളതാണോ അതൊക്കെ? ഇതന്നെ ആ കാലത്ത് എന്നോടും പറഞ്ഞു. കുരിയച്ചൻ കഥകളുടെ കളർ വെച്ച് അതിലിത്തിരി സാധ്യത ഇല്ലെന്നും പറയാനാവില്ലല്ലേ? दिखा रहे हैं क्या बोला उसने क्या तुमने झूठ बता दी हुई ഒറ്റയ്ക്കുണ്ട് അല്ലേ? യൂറോപ്യൻ ഐറ്റംസ് വേണമെങ്കിൽ താഴത്തെ തട്ടിലുണ്ട്. കുറച്ചു ദിവസം ആരും ഒന്നും ബോധിപ്പിക്കണ്ട. നീ തന്നെ കോട്ടറാണി. എനിക്ക് കുറച്ചു ദിവസം ഒന്ന് മാറി നിൽക്കണം. പോലീസോ മറ്റാരെങ്കിലും വന്നാ നിനക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ അതങ്ങ് പറഞ്ഞാ മതി. മോഹൻ ബോത്തൻ വന്നിരുന്നു. അറിഞ്ഞു. 5-6 കൊല്ലത്തേക്ക് ഇനി ശല്യം ഉണ്ടാവില്ല. കുറച്ചു ദിവസം മുമ്പ് അവന് കോതമംഗലത്ത് നിന്ന് പോലീസ് പൊക്കി. ഞാൻ തന്നെ അകത്താക്കിയ. യോസിയാനെ പണ്ട് ജയിലിലാക്കി हैरान हो गया